Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് തേർഡ് സെമിസ്റ്റർ ഡ്രാമയിലെ ഐ വിൽ മാരി വെൻ ഐ വാണ്ട് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. കെനിയൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള ഇംഗുയി വാ തിയോങ്ങും ഇംഗുയി വാ മിറിയയും ചേർന്ന് എഴുതിയിട്ടുള്ളൊരു ഡ്രാമയാണ്. കെനിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാത്തതിനെ കുറിച്ച്, അതുപോലെ യൂറോപ്യൻസിന്റെ ഭരണം അവരുടെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചെല്ലാം പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. നമ്മളിവിടെ ഈ ഡ്രാമയുടെ സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആക്ട് 1. ദ സിറ്റിംഗ് ഇസ് എ സ്മോൾ വൺ റൂം ഹട്ട് ഓഫ് കിഗൂണ്ട, ഹിസ് വൈഫ് വങ്കേച്ചി ആൻഡ് ദ ടീനേജ് ഡോട്ടർ ഗത്തോരി. അപ്പോൾ നാടകം തുടങ്ങുന്ന സമയത്ത് നമ്മൾ സ്റ്റേജിൽ കാണുന്നത് ഒരു കുടിലാണ്. ഇവിടുത്തെ പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള കിഗൂണ്ട, ആളുടെ വൈഫ് വങ്കേച്ചി, പിന്നെ അവരുടെ ടീനേജർ ആയിട്ടുള്ള മകൾ ഗത്തോനി എന്നിവരൊക്കെ കുടിലുള്ളതായിട്ട് നമുക്ക് കാണാം. പാച്ച്ഡ് ആൻഡ് ടോൺ ക്ലോത്ത്സ് ഹാങ് ഓൺ ദ വാൾ, എ ഷീത്ത്ഡ് സ്വോർഡ് ഈസ് മൗണ്ടഡ് അബൌവ് ദ ബെഡ് ആൻഡ് ടൈറ്റിൽ ഡീഡ് ഈസ് ഫ്രെയിംഡ് നിയർ ബൈ. അപ്പോൾ ഒരു കുടിൽ എന്ന രീതിയിൽ വലിയ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ കുറച്ച് തുണികളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെ പഴയതും അതുപോലെ കീറിയതിന് ശേഷം തുന്നിയതുമായിട്ടുള്ള തുണികളൊക്കെയാണ് അവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഒരു വാള് അവിടെ ഇങ്ങനെ ഉറയിലാക്കി തൂക്കി വെച്ചിരിക്കുന്നതായിട്ട് പറയുന്നു. അത് അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ സിഖുകാരൊക്കെ ഇതുപോലെ ഇങ്ങനെ വാള് അല്ലെങ്കിൽ കത്തി അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന പോലെ അങ്ങനെയുള്ള ഒരു വാൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടൈറ്റിൽ ഡീഡ്, നമ്മൾ ആധാരം എന്ന് പറയുന്ന ഈ ഭൂമിയുടെ വസ്തുവിൻ്റെയൊക്കെ ഡോക്യുമെന്റ് ആയിട്ടുള്ള ഒരു ആധാരം ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് ഇങ്ങനെ ചുമരിൽ വെച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദ പ്ലേ ഓപ്പൺസ് വിത്ത് കിഗൂണ്ട മെൻഡിങ് ദ ബ്രോക്കൺ ലെഗ് ഓഫ് എ ഫോൾഡിംഗ് ചെയർ അറ്റ് ഹോം. അപ്പോൾ പ്ലേ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നത് കിഗൂണ്ട അവിടെ ഒരു കാലൊടിഞ്ഞൊരു കസേരയുണ്ട്, അതിന്റെ കാല് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നു. ഹിസ് വൈഫ് ഈസ് പീലിംഗ് പൊട്ടാറ്റോസ് ആൻഡ് ദ ഡോട്ടർ ഈസ് ബിസി ഡൂയിങ് ഹെർ ഹെയർ. അവളുടെ വൈഫ് അപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ പച്ചക്കറിയൊക്കെ നന്നാക്കുന്നുണ്ട്. മകളാണെങ്കിൽ കണ്ണാടിയുടെ മുമ്പിലാണ് അവിടെ നിന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ദ മോസ്റ്റ് വാല്യുബിൾ ഐറ്റം ഇൻ കിഗൂണ്ടാസ് പൊസിഷൻ ഈസ് എ 1.5 acre പ്ലോട്ട് ഓഫ് ലാൻഡ് ഹുസ് ടൈറ്റിൽ ഡീഡ് ഗാർഡ്സ് കെയർഫുള്ളി ആൻഡ് ഓഫൻ ടച്ചസ് വിത്ത് അഫെക്ഷൻ. അപ്പോൾ ഇവരുടെ വീട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചുമരിന്റെ മുകളിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള അവരുടെ ആധാരമാണ്. 1.5 acre സ്ഥലത്തിന്റെ ആധാരമാണ്. ഇയാൾ കഷ്ടപ്പെട്ട് ജോലിയെടുത്തൊക്കെ പൈസ കൂട്ടി വെച്ചിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുള്ളതാണ്. ഇയാൾ കൃഷിക്കാരനൊക്കെ ആയിട്ട് ഒരാളാണ്. അപ്പോൾ ഈ ഒരു 1.5 acre അയാൾക്ക് അത്രയും വിലപ്പെട്ടത് കൊണ്ടാണ് ഇയാൾ അതിന്റെ ആധാരം ഇങ്ങനെ ഫ്രെയിം ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ വില കൂടിയതൊക്കെ ബാങ്ക് ലോക്കറിലോ അല്ലെങ്കിൽ വല്ല തുറക്കാൻ പറ്റാത്ത പെട്ടിയിലൊക്കെയാണ് വെക്കാറുള്ളത്. പക്ഷെ ഇയാൾക്ക് അത് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ അതിങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് ഇങ്ങനെ ചുമരിൽ വെച്ചിരിക്കുന്നത്. ഇയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുകയും അതിങ്ങനെ എടുത്ത് നോക്കുകയും തലോടുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ആസ് ദേ വർക്ക് എ ഡ്രങ്ക് എൻറ്റേഴ്സ് ദ കോർട്ട്യാർഡ് കോളിംഗ് കിഗൂണ്ട ഫോർ എ ഡ്രിങ്ക്. അപ്പോൾ അവരിങ്ങനെ ജോലിക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് അവരുടെ മുറ്റത്തേക്ക് ഒരു മദ്യപാനി ആയിട്ടുള്ള ഒരാൾ കടന്നു വരുന്നു. പാട്ടൊക്കെ പാടിയിട്ടാണ് ആൾ വരുന്നത്. നമ്മുടെ പ്ലേയുടെ ടൈറ്റിൽ ആയിട്ടുള്ള ഐ വിൽ മാരി വെൻ ഐ വാണ്ട് എന്നുള്ള ടൈറ്റിൽ സോങ് ഒക്കെ പാടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ വരുന്നത്. ആൾ വരുന്നത് നമ്മുടെ കിഗൂണ്ടയെ കൂട്ടിയിട്ട് ബാറ് പോകാനുള്ള ഒരു പ്ലാനായിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. വങ്കേച്ചി ഈസ് ആംഗ്രി ആൻഡ് ട്രൈസ് ടു ഡ്രൈവ് ഹിം അവേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വങ്കേച്ചിക്ക് ദേഷ്യം വരുന്നു. അവിടെ മര്യാദയ്ക്ക് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ബാറ് കൊണ്ടുപോകാനാണ് ഒരാൾ വന്നിരിക്കുന്നത്. അപ്പോൾ അയാളടുത്ത് ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഇങ്ങനെ വങ്കേച്ചി പറയുന്നു. കിഗൂണ്ട ചാസ്റ്റിസൈസസ് ഹർ, സേയിങ് ദ മാൻ വാസ് വൺസ് ഡീസെന്റ് ബിഫോർ ലൂസിങ് ഹിസ് ജോബ്. അപ്പോൾ കിഗൂണ്ട പറയുന്നു അയാളെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് വഴക്ക് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ആള് പണ്ടൊരു ഡീസെന്റ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. ആൾക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് ആള് ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്കൊക്കെ വന്നിട്ട് ആളിങ്ങനെ ആയത്. പണ്ട് നല്ല ഡീസെന്റ് ആയിട്ടൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആ ഒരു സഹതാപം ആളോട് നമുക്ക് കാണിക്കാം, അങ്ങനെ ദേഷ്യപ്പെടുന്നു വേണ്ടാത്ത രീതിയിലൊക്കെ എനിക്ക് കിഗൂണ്ട അങ്ങനെ പറയും. ദെൻ എ ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ് അറൈവ്സ് സിംഗിങ് ടു റൈസ് ഫണ്ട്സ് ഫോർ ബിൽഡിംഗ് എ ചർച്ച്. അതിനുശേഷം ഒരു പാട്ടൊക്കെ പാടുന്ന ഒരു സംഘമാണ് വരുന്നത്. അവർ പിരിവിനാണ് വന്നിരിക്കുന്നത്. ഒരു പള്ളി പണിയുന്നതിനുള്ള പണം പിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ദേ ക്ലെയിം ഇറ്റ്സ് എ ചർച്ച് ഫോർ ദ പുവർ. കിഗൂണ്ട ഈസ് ഡിസ്കസ്ഡ് ആൻഡ് യെൽസ് അറ്റ് ദം ടു ലീവ് ഹിസ് ലാൻഡ്. അപ്പോൾ കിഗൂണ്ട ചോദിക്കുന്നുണ്ട് നമുക്കിവിടെ ഓൾറെഡി ഒരു പള്ളിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ തന്നെ വേറൊരു പള്ളി പണിയെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഇത് അങ്ങനെയല്ല, ഇത് പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പള്ളിയാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വരുന്നു. പണക്കാർക്ക് വേറെ പള്ളി, പാവപ്പെട്ടവർക്ക് വേറെ പള്ളി, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, നിങ്ങൾ ഇവിടെ പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം പറയേണ്ടത്, കിഗൂണ്ടയും ഫാമിലിയും അവർ കെനിയയിലെ തന്നെയുള്ള അവരുടെ ഗോത്ര മതം, അതായത് അവിടുത്തെ തദ്ദേശീയമായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളാണ്.
എന്നാലും അവർക്ക് മറ്റുള്ളവരുടെ ദേഷ്യമൊന്നുമില്ല. അപ്പോൾ ഈ പണക്കാർക്ക് വേറെ പള്ളി, പാവപ്പെട്ടവർക്ക് വേറെ പള്ളി എന്നൊക്കെ പറയുന്ന സമയത്താണ് ആൾക്ക് ദേഷ്യം വന്നിട്ട് ഇവിടെ പൈസ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ പറഞ്ഞയക്കുന്നത്. അതിനുശേഷം നമ്മൾ കഥയുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. The family is anticipating a rare visit from Ahab Kioi Wakanoru, a wealthy farmer and merchant, and his wife Jezebel. അവർ ഇവിടെ അങ്ങനെ കസേര നേരെയൊക്കെയും അതുപോലെ വീട് ഒരുക്കുകയൊക്കെ ചെയ്യുന്നത്. അവരുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നുണ്ട്. അതും വളരെ റെയർ ആയിട്ടുള്ള ഒരു വിസിറ്റാണ് വരുന്നത്. അഹാബ് കിയോയി എന്ന് പറയുന്ന അവിടുത്തെ വളരെ സമ്പന്നനായിട്ടുള്ള ഒരു ഫാമറും അതുപോലെ തന്നെ മെർച്ചൻറ്റും, ഒരു വലിയ ഫാമും അതുപോലെ തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഒരു വലിയ മുതലാളിയാണ്. അയാളും അയാളുടെ വൈഫ് ജെസബലും കൂടിയിട്ടാണ് ഇവരുടെ ഈ കുടിലേക്ക് വരുന്നത്. കിഗുണ്ട വർക്ക്സ് ഇൻ അഹാബ്സ് ഫാം. കിഗുണ്ട ആണെങ്കിൽ ഒരു കർഷക തൊഴിലാളിയാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഈ അഹാബിന്റെ ഫാമിലാണ് ഈ കിഗുണ്ട ജോലി ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ മുതലാളിയും ഭാര്യയുമാണ് ഇവരുടെ കുടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. സിൻസ് സച്ച് വിസിറ്റ് ഈസ് അൺയൂഷ്വൽ ആൻഡ് ദേ കം ഫ്രം ഡിഫറെന്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ്, ഇറ്റ്സ് പർപ്പസ് ഈസ് അൺക്ലിയർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരിങ്ങനെ സംസാരിക്കുകയാണ്, എന്തിനായിരിക്കും ഇപ്പോൾ മുതലാളിയും ഭാര്യയും കൂടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടിലേക്ക് വരുന്നത്? പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ അവർക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ, എന്തിനായിരിക്കും എന്ന് അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ്. കിയോയിസ് സൺ ജോൺ ഹാസ് ഷോൺ ഇൻട്രസ്റ്റ് ഇൻ ഗർത്തോനി and the family believes the visit might be to either ask for her hand in marriage or to demand the relationship end. അപ്പോൾ അവർ എന്തൊക്കെ കാരണങ്ങളായിരിക്കും എന്ന രീതിയിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ അവർ ഓരോ കാരണമായിട്ട് പറയുന്നു. ഒരു കാര്യം വരുന്നത്, ഈ മുതലാളിയുടെ മകൻ ജോണും ഇവരുടെ മകള് ഗത്തോനിയും തമ്മിലൊരു അഫയർ ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ ആ ഒരു കല്യാണ കാര്യത്തെക്കുറിച്ച് പറയാനായിരിക്കും മുതലാളി വരുന്നത്, അതല്ലെങ്കിൽ നമ്മളെ പോലുള്ള ഒരു കുടിലിലെ വീട്ടിൽ നിന്നും അവരുടെ മകന് കല്യാണം ഒന്നും ആലോചിക്കില്ല, അതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് നിങ്ങൾ നിർത്തണം എന്നൊക്കെ പറയാനായിരിക്കും. അപ്പോൾ ഒന്നുകിൽ കല്യാണം നടത്താനായിരിക്കും, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവർ മുടക്കാനായിരിക്കും എന്ന രീതിയിൽ അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു. ആസ് എ സ്പെക്കുലേറ്റീവ് ദാറ്റ് ഇറ്റ് മേ ബി എ മാരേജ് പ്രപ്പോസൽ, കിഗുണ്ട ആൻഡ് വങ്കേച്ചി ടീസ് ഈച്ച് അതർ വൈൽ റീകോളിംഗ് ദെയർ ഓൺ യൂത്ത്ഫുൾ കോഡ്ഷിപ്പ്. അപ്പോൾ അവരിങ്ങനെ കല്യാണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കിഗുണ്ടയും വങ്കേച്ചിയും അവരുടെ ചെറുപ്പത്തിൽ അവരുടെ വിവാഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സ്റ്റേജിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാട്ടും ഡാൻസൊക്കെ വരുന്നുണ്ട്. ഇവരുടെ ആ പഴയ കല്യാണവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പാട്ടും ഡാൻസും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു രംഗമാണ് വരുന്നത്. കിഗുണ്ട ഓൾസോ റീകോൾസ് ദാറ്റ് അഹാബ് ആൻഡ് ഹിസ് ബിസിനസ് പാർട്ട്ണർ ഇക്കുവാവ ഇന്ദിത്തീക്ക ആർ ലോക്കൽ ഡയറക്ടേഴ്സ് ഓഫ് എ മൾട്ടിനാഷണൽ ഇൻസെന്റിസൈഡ് ഫേം. അപ്പോൾ ഇവരെന്തിനായിരിക്കും വരിക എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഈ മുതലാളിയുടെ മകനും ഇവരുടെ മകളും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയാനായിരിക്കും. വേറൊരു കാര്യം ഇയാൾക്ക് ഓർമ്മ വരുന്നത്, ഈ മുതലാളിക്ക് ഒരു ബിസിനസ് പാർട്ട്ണർ ഉണ്ട്, എന്തിത്തീക്ക എന്ന് പറഞ്ഞിട്ടൊരാൾ. അവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് ഒരു കീടനാശിനിയുടെ ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ അവർ കീടനാശിനിയുടെ ഒരു ഫാക്ടറി തുടങ്ങുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും എന്നും കൂടി ഇവർ ചിന്തിക്കുകയാണ്. ഇക്കുവ ഹാസ് റിട്ടൺ ടു കിഗുണ്ട റിക്വസ്റ്റിംഗ് ഇസ് ലാൻഡ് ഫോർ കൺസ്ട്രക്ടിങ് എ ഫാക്ടറി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കിഗുണ്ടയ്ക്ക് ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്, അയാളിങ്ങനെ പൊന്നുപോലെ നോക്കുന്ന ഒരു 1.5 ഏക്കർ സ്ഥലം. അപ്പോൾ ആ ഒരു സ്ഥലം ഇവർക്ക് ഫാക്ടറി തുടങ്ങാൻ കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ മുമ്പ് അവർ സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ കാര്യം പറയാനും ആയിരിക്കും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. Their neighbors ഗിക്കാംബ ആൻഡ് ഹിസ് വൈഫ് ഇൻജൂക്കി അറൈവ് ആസ്കിംഗ് ഫോർ ഫുഡ്. അപ്പോൾ ഈ മുതലാളിയുടെ ഭാര്യയും വരുന്നതിന് മുമ്പ് ഇവരുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള അടുത്ത വീട്ടിലെ ആളുകളാണ് അങ്ങോട്ട് വരുന്നത്. ഗിക്കാംബ എന്ന് പറയുന്ന ഒരാളും ആളുടെ വൈഫ് ഇൻജൂക്കിയും കൂടി അങ്ങോട്ട് വരുന്നു. അവർ ഫുഡ് ചോദിച്ചു വരികയാണ്. മീൻസ് ഇങ്ങനെ ബെഗ് ചെയ്യല്ല, മറിച്ച് നമ്മൾ നല്ല സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ കഴിയുന്ന നെയ്ബേഴ്സ് ആണെങ്കിൽ ഇന്നിവിടെ സ്പെഷ്യലായിട്ട് എന്താ കറി വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ രീതിയിൽ ചോദിച്ചുകൊണ്ട് ഉള്ള ഒരു വരവാണ് ഈ നെയ്ബേഴ്സ് അങ്ങോട്ട് വരുന്നത്. ഗിക്കാംബ ഡെലിവേഴ്സ് എ മോണലോഗ് ലാമെന്റിംഗ് ഹൗ ഇൻഡിപെൻഡൻസ് ഹാസ് ചേഞ്ച്ഡ് നത്തിങ് ഫോർ ഓർഡിനറി കെനിയൻസ്. അപ്പോൾ ഗിക്കാംബ ഈ പ്ലേയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ആൾ വളരെ പൊളിറ്റിക്കലി ആക്റ്റീവാണ്, ഒരുപാട് രാഷ്ട്രീയമൊക്കെ സംസാരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആളിവിടെ പറയുന്നത്. ഇവിടെ കെനിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ ഇന്ത്യ പോലെ തന്നെ അവരും ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഏറെക്കുറെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അവർക്കും സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ആളുകളെ പറയുന്നത്. ഹീസ് അണ്ടർ പെയ്ഡ് ആൻഡ് എക്സോസ്റ്റഡ് ഫ്രം ഫാക്ടറി വർക്ക്. അയാൾ ഇങ്ങനെ ജോലിക്ക് പോകുന്നുണ്ട് ഫാക്ടറിയിൽ, പക്ഷേ അയാൾക്ക് എടുക്കുന്ന ജോലിക്ക് അർഹമായിട്ടുള്ള കൂലിയൊന്നും ലഭിക്കുന്നില്ല എന്നാൾ പറയുന്നു. ഹി സ്പീക്സ് ഓഫ് പൊല്യൂഷൻ, ഡിസീസ് ആൻഡ് ഫോറിൻ പ്രോഫിറ്റിംഗ് കോസ്റ്റ് ബൈ ദ ഫാക്ടറി. അപ്പോൾ
ഈ ഫാക്ടറികളാണെങ്കിൽ അവിടെ ഇങ്ങനെ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഡിസീസ് ഉണ്ടാവുന്നുണ്ട്, ഇതിനൊന്നും ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്. സോ പൊതുവിൽ പറഞ്ഞു വെക്കുന്നത്, പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഉള്ള സമയത്ത് അവരിങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്നു, ഇപ്പോൾ ഫാക്ടറിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അപ്പോഴും ഇപ്പോഴും അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, പണ്ടത്തെ പോലെ കുറഞ്ഞ കൂലിയൊക്കെ തന്നെയാണ് ലഭിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയാൾ അവിടെ ഇങ്ങനെ പറയുന്നത്. ദ നെയ്ബേഴ്സ് ലീവ്, ലേറ്റർ അഹാബ് ആൻഡ് ജസബൽ അറൈവ്. അങ്ങനെ കുറച്ച് സംസാരിച്ചതിന് ശേഷം ആ നെയ്ബേഴ്സ് അവിടുന്ന് പോകുന്നു. പിന്നെ അവർ കാത്തിരുന്ന മുതലാളിയും ഭാര്യയും അങ്ങോട്ട് എത്തുകയാണ്. They tell Kigunda and Wangechi to stop living in sin and urge them to remarry in church. അപ്പോൾ അവർ വന്നിരിക്കുന്നത് ഒരു കല്യാണക്കാര്യം പറയാൻ തന്നെയാണ്. പക്ഷേ അവരുടെ മകന്റെയും ഇവരുടെ മകളുടെയും കല്യാണക്കാര്യം പറയാനല്ല വന്നിരിക്കുന്നത്, മറിച്ച് കിഗുണ്ടയും വങ്കേച്ചിയും തമ്മിലുള്ള കല്യാണം ശരിയായിട്ടില്ല, അവർ ഒന്നുകൂടി കല്യാണം കഴിക്കണം എന്ന രീതിയിലാണ് അവർ പറയുന്നത്. ഇവിടെ കാരണമായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഹാവിംഗ് മാരീഡ് വങ്കേച്ചി ഇൻ എ ട്രഡീഷണൽ സെറിമണി, Kigunda is offended that their marriage is considered sinful. ഇവര് ഇപ്പോഴും അവരുടെ തദ്ദേശീയമായിട്ടുള്ള ഒരു ഗോത്ര വിഭാഗത്തിന്റെ മതത്തിൽ ആ ആചാരങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. കുറെ ആളുകളൊക്കെ ഈ ഒരു യൂറോപ്യൻസിന്റെ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോത്ര വിഭാഗത്തിന്റെ ആചാരപ്രകാരമല്ലേ നിങ്ങൾ കല്യാണം കഴിച്ചത്, അപ്പൊ അത് ശരിയല്ല, നിങ്ങൾ എന്ത് ചെയ്യണം, പള്ളിയിൽ പോയിട്ട് ശരിയായ രീതിയിലുള്ള കല്യാണം കഴിക്കണം, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് പാപമാണ് എന്ന രീതിയിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു മതപരിവർത്തനം നടത്താനുള്ള രീതിയിലൊക്കെയാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കിഗുണ്ടയ്ക്ക് ദേഷ്യം വരുന്നു. കാരണം കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായി മകൾക്ക് ഇപ്പോൾ കല്യാണപ്രായമായി, എന്നിട്ടാണ് ഇപ്പോൾ അവർ വീണ്ടും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മുതലാളിക്ക് ഇപ്പോൾ ഇവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം എന്താ എന്ന രീതിയിൽ അയാൾ ദേഷ്യപ്പെട്ടിട്ട് ഈ ഇവരോട് പെരുമാറും. ഹി ഗ്രാബ്സ് ഹിസ് sword ആൻഡ് ഡ്രൈവ്സ് them away. ആള് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വാൾ എടുക്കുന്നു. ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്, ഞാനിവിടെ കാലങ്ങളായിട്ട് കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണ്, ഇവിടെ വന്നിട്ട് നിങ്ങൾ ഞാനും ഭാര്യയും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ഞങ്ങളുടെ മതപ്രകാരം കല്യാണം വെച്ചിട്ടുണ്ട്, ഇനി ഞങ്ങൾ വേറെ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ദേഷ്യപ്പെട്ടിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞേക്കും. ഗത്തോനി ദെൻ എൻഡേഴ്സ് വാക്കിംഗ് ആസ് ഇഫ് ഇൻ എ ഫാഷൻ പരേഡ്. അതിനുശേഷം ഇവരുടെ മകള്, നമ്മൾ നേരത്തെ പറഞ്ഞു, കണ്ണാടിയുടെ മുമ്പിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മകള് അങ്ങോട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നു. ഒരു ഫാഷൻ പരേഡിന് വരുന്ന പോലെ എന്ന രീതിയിലാണ് നമ്മുടെ പ്ലേക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത്രയ്ക്കൊന്നും ചിന്തിക്കേണ്ടതില്ല, കാരണം ഈ നാടകം എഴുതിയിട്ടുള്ളത് 1950 കാലഘട്ടത്തിലാണ്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഫാഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു വസ്ത്രമൊക്കെ ധരിച്ചിട്ട് മകൾ വന്നു എന്ന് കണക്കാക്കിയാൽ മതി. She reveals her new look is thanks to John and says he has invited her to Mombasa. അപ്പോൾ അവൾ പറയുന്നത് ഈ ന്യൂ ലുക്ക്, ഈ ഡ്രസ്സൊക്കെ അവൾക്ക് ജോൺ വാങ്ങിക്കൊടുത്താന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞ മുതലാളിയുടെ മകനാണ് ഇവൾക്ക് ഡ്രസ്സൊക്കെ വാങ്ങി കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, അവര് ഒരു ഡേറ്റിങ്ങിന് കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. മൊംബാസയിലേക്കാണ് അവർ പോകുന്നത്. മൊംബാസ എന്ന് പറയുന്നത് കെനിയയിലെ ഏറ്റവും വലിയ സിറ്റികൾ ഒന്നാണ്, നമ്മൾ ഇന്ത്യയിൽ മുംബൈ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഈ മൊംബാസയിലേക്ക് കറങ്ങാൻ വേണ്ടി പോകാനുള്ള പ്ലാനുണ്ടെന്ന് പറയും. ഹെർ പാരൻസ് ഒബ്ജക്ട് ബട്ട് ഗത്തോനി സ്റ്റാൻഡ്സ് ഫോർ. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാർ എതിർക്കുന്നു. പ്രത്യേകിച്ച് മുതലാളിയും ഭാര്യയും ഇപ്പോൾ വന്നിട്ട് ഈ ഇവരുടെ ആചാരങ്ങളൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ പിണങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. ആ സമയത്താണ് മുതലാളിയുടെ മകന്റെ കൂടെ കറങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ട് മകൾ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ എതിർക്കുന്നു, ദേഷ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദോ വങ്കേജ് ഈസ് അപ്സെറ്റ്, ഷീ ഗ്രാജുവലി ബ്രൈറ്റൻസ്, സജസ്റ്റിംഗ് ദാറ്റ് പെർഹാപ്സ് ദ വിസിറ്റ് വാസ് അബൌട്ട് ക്രിസ്ത്യനൈസിംഗ് ദ ഫാമിലി സോ ദർ ഡോട്ടർ കുഡ് മാരി ഇൻ ടു വെൽത്ത്. അങ്ങനെ മകളുമായിട്ടുള്ള സംഭാഷണമൊക്കെ തന്നെ കഴിയുന്നു. അതിനുശേഷം ഇവരിങ്ങനെ വീണ്ടും ചിന്തിക്കുകയാണ്, എന്തിനായിരിക്കും ഇപ്പോൾ മുതലാളി വന്നിട്ട് നമ്മുടെ തന്നെ പറയേണ്ട ആവശ്യം. അപ്പോഴാണ് ഈ വങ്കേച്ചിക്ക് ഒരു ആശയം തോന്നുന്നത്, ചിലപ്പോൾ ഇപ്പൊ അവര് വേറെ റിലീജിയനും നമ്മൾ വേറെ റിലീജിയനും ആണല്ലോ, നമ്മളെ കൂടി അവരുടെ റിലീജിയനിലേക്ക് മാറ്റിയിട്ട് പിന്നെ അവരുടെ മകനെ കൊണ്ട് നമ്മുടെ മകളെ കല്യാണം കഴിപ്പിക്കാനാണെങ്കിലോ, അങ്ങനെ ഒരു സാധ്യത ഇല്ലേ എന്ന് വങ്കേച്ചി ചോദിക്കുന്നു. ആലോചിച്ച് നോക്കുന്ന സമയത്ത് കിഗുണ്ടയ്ക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. അതല്ലാതെ ഇപ്പോൾ മുതലാളിക്ക് പോകണം വന്നിട്ട് നമ്മളെ മതം മാറ്റേണ്ട ആവശ്യം എന്താണുള്ളത്? ചിലപ്പോ നമ്മൾ അവരുടെ റിലീജിയൻ ആയതിനു ശേഷം അവരുടെ മകനെ കൊണ്ട് നമ്മുടെ മകളെ കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാൻ ആയിരിക്കാം എന്ന് വീണ്ടും അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഗുണ്ട ആൻഡ് വങ്കേച്ചി along with their neighbors Gikamba and Inzuki are engaged in an active discussion on the plight of the people in Kenya. അപ്പോൾ അടുത്ത രംഗത്തിൽ നമ്മൾ വീണ്ടും കിഗുണ്ടയുടെ കുടിൽ തന്നെയാണ്. അവിടെ കിഗുണ്ടയും വങ്കേച്ചിയുണ്ട്. നേരത്തെ സീനിൽ നമ്മൾ കണ്ടിട്ടുള്ള അവരുടെ നെയ്ബേഴ്സ്
കിക്കാമ്പയും ഇഞ്ചൂക്കിയും ഉണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ പൊളിറ്റിക്സ് ഒക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കിക്കാമ്പ ഈ പ്ലേയിലെ ഒരു പൊളിറ്റിക്കലായിട്ടൊരു കഥാപാത്രമാണ്. അപ്പോൾ അവർ ഈ കെനിയയിലെ ആളുകളുടെ ഒരു ജീവിത സാഹചര്യത്തെക്കുറിച്ചൊക്കെയാണ് അവരിങ്ങനെ പറയുന്നത്. ദി ഇമ്പീരിയലിസ്റ്റ് ദേ ആർഗ്യൂ ഹാവ് റോബ്ഡ് ദ പീപ്പിൾ ഓഫ് ദെയർ ലാൻഡ് ആൻഡ് ഫെയ്ത്ത് ലിവിങ് ദം ബെഗേഴ്സ് ഇൻ ദെയർ ഓൺ കൺട്രി. അപ്പോൾ ഇമ്പീരിയലിസ്റ്റ്, ഈ സാമ്രാജ്യത്വവാദികൾ, അതായത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ അവരുടെ ഭൂമി തട്ടിയെടുത്തു, അവരുടെ കൾച്ചർ, വിശ്വാസം എല്ലാം അവർ ഇല്ലാതാക്കി. സ്വന്തം നാട്ടിലിപ്പോൾ ബെഗേഴ്സിനെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ അയാൾ ഇങ്ങനെ പറയുന്നു. Gikamba recalls the dance and the songs like the Sitar Opera performed during his wedding ceremony, which were later banned by the colonial government. അപ്പോൾ അവരിങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇവരുടെ കല്യാണ സമയത്ത് ഒരു പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഈ ഒപ്പന എന്നൊക്കെ പറയുന്ന പോലെ വിവാഹത്തോടനുബന്ധിച്ചിട്ട് ഉള്ള അവരുടെ കൾച്ചറിലുള്ള ഒരു പാട്ടും ഡാൻസൊക്കെയാണ്. അവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ അവർ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഇവരുടെ ഭൂമി തട്ടിയെടുത്തു, സ്വത്ത് തട്ടിയെടുത്തു, ഇവരുടെ സംസ്കാരം പോലും ഇല്ലാതാക്കി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയുകയാണ്. He also remembers the general strike of 1948 by workers in factories and plantations. പിന്നെ അവരുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ഓർക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു കിക്കാമ്പ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അയാൾ ഇത്തരം സമരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. തൊഴിലാളി സമരം, കർഷക സമരം, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അയാൾ ഇങ്ങനെ പറയുന്നത്. Gikamba criticizes the imposition of Western religion and asserts that their own culture is also sacred and blessed. പിന്നെ അവർ ഈ ഒരു കൾച്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ബ്രിട്ടീഷുകാരുടെ കൾച്ചറാണ് നല്ലത്, ഇവരുടെ കൾച്ചറൊക്കെ മോശമാണ് എന്ന രീതിയിലുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടായി. അതൊന്നും ശരിയല്ല, ഇവരുടെ കൾച്ചറിന് എന്താണ് കുഴപ്പം, ഇവരുടെ ട്രഡീഷൻസ് ഒക്കെ നല്ലത് തന്നെയാണ് എന്ന രീതിയിലൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നു. ലേറ്റർ വങ്കേച്ചി persuades Kigunda to accept a church wedding, believing it to be the only way to secure their daughter's future and dignity. അങ്ങനെ ഈ നെയ്ബേഴ്സ് സംസാരിച്ചതിന് ശേഷം അവിടുന്ന് പോകുന്നു. അവർ പോകുന്നതിന് ശേഷം വങ്കേച്ചി കിഗൂണ്ടയോട് പറയുന്നത്, നിങ്ങൾ അവർ പറഞ്ഞതൊന്നും കേൾക്കണ്ട, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചർച്ച് വെഡിങ് ചെയ്യാം. നമ്മുടെ ഈ ഒരു കൾച്ചർ ഉപേക്ഷിച്ചിട്ട് നമുക്ക് അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് ചർച്ചിൽ പോയിട്ട് നമുക്ക് വീണ്ടും ഈ വെഡിങ് ഒക്കെ നടത്താം. നേരത്തെ പറഞ്ഞതുപോലെ എന്നാലാണ് മുതലാളിയുടെ മകനും നമ്മുടെ മകളും തമ്മിലുള്ള കല്യാണം നടക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഈ നെയ്ബേഴ്സ് പറയുന്നത് നോക്കണ്ട, അവർ അസൂയ കൊണ്ട് പറയുന്നതാണ്. ഈ മുതലാളിയുടെ മകനെ കൊണ്ട് നമ്മുടെ മകളെ കല്യാണം കഴിപ്പിക്കുന്നതിൽ അസൂയ കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. നമ്മളത് നോക്കണ്ട, നമുക്ക് ഈ പറഞ്ഞ പ്ലാനായിട്ട് മുന്നോട്ട് പോവാം എന്നൊക്കെ തന്നെ വങ്കേച്ചി പറയുന്നു. അപ്പോൾ കിഗൂണ്ട അത് സമ്മതിക്കുന്നു. At Kiyoi's home, Kiyoyi, Indithika and Jezebel discuss ways to exploit the poor. ഇനി അടുത്ത സീൻ നമ്മൾ കാണുന്നത് ഈ മുതലാളിയുടെ വീട്ടിലാണ്. മുതലാളിയുടെ വീട്ടിൽ മുതലാളിയുടെ ബിസിനസ് പാർട്ണർ ഇൻഡിത്തിക്ക, അതുപോലെ തന്നെ മുതലാളിയുടെ വൈഫ് ജെസബൽ, ഇവരെല്ലാവരും കൂടി ഈ പാവങ്ങളെ എങ്ങനെയാണ് കൂടുതൽ ചൂഷണം ചെയ്യുക എന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതായത് അവർക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂലിന് കുറയ്ക്കാൻ പറ്റുമോ, അവരെ കൊണ്ട് കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുമോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിങ്ങനെ അവിടെ ചർച്ച ചെയ്യുന്നത്. എൻഡിറ്റിക്ക എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് അക്വയറിംഗ് ലാൻഡ് ഫോർ ദി ഇൻസെന്റിസൈഡ് ഫാക്ടറി. അപ്പോൾ മുതലാളിയുടെ ബിസിനസ് പാർട്ണർ എൻഡിറ്റിക്ക ആ ഒരു ലാൻഡ് അക്വയറിനെ കുറിച്ചിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ കിഗൂണ്ടയുടെ 1.5 ഏക്കർ സ്ഥലം എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കുന്നതിനെ കുറിച്ചിട്ട് പറയുകയാണ്. കാരണം ഇവർക്ക് കീടനാശിനിയുടെ ഫാക്ടറി ഉണ്ടാക്കണം. നമുക്കറിയാം കീടനാശിനിയുടെ ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ വേണ്ടി പറ്റില്ല, ഒറ്റപ്പെട്ടൊരു സ്ഥലം വേണം. അപ്പോൾ കിഗൂണ്ടയുടെ ഈ ഒരു 1.5 ഏക്കർ കൃഷിഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കണം എന്ന കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയുകയാണ്. Kigunda and Wangechi visit them to express their willingness to undergo a Christian wedding. കിഗൂണ്ടയും വങ്കേച്ചിയും അവിടേക്ക് ചെല്ലുന്നു, മുതലാളിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ പോയിട്ട് സോറിയൊക്കെ പറയുന്നു, ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ മോശമായിട്ട് പെരുമാറി, ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വന്നുകൊണ്ടാണ്, നിങ്ങൾ പോകുന്ന ശേഷം ഞങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ആലോചിച്ച് നോക്കിയപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, കൾച്ചറൊക്കെ ഒന്ന് മാറ്റണം, നിങ്ങളുടെ കൾച്ചറിലേക്ക് വരണം എന്ന രീതിയിലൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നു. However, they admit they cannot afford the necessary expenses such as the fees for the priest, the wedding cake, drinks and a party. പക്ഷേ ഒരു വിഷയമുണ്ട്, കല്യാണം നടത്തണമെങ്കിൽ ചെലവ് വേണമല്ലോ. ഇപ്പോൾ മകൾക്ക് ഓൾറെഡി കല്യാണപ്രായമായി നിൽക്കുകയാണ്, ആ സമയത്താണ് അച്ഛനും അമ്മയും വീണ്ടും കല്യാണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കല്യാണത്തിനനുബന്ധിച്ചിട്ട് ഈ പള്ളിയിൽ ഓഡിറ്റോറിയം എടുക്കണം, അവിടുത്തെ പ്രീസ്റ്റിന് ഫീസ് കൊടുക്കണം, അതുകൂടാതെ കേക്ക് വാങ്ങണം, പിന്നെ സ്വാഭാവികമായിട്ടും 4 ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഫുഡ് കൊടുക്കണം,
അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. പിന്നെ കല്യാണത്തിന് പുതിയ ഡ്രസ്സ് വാങ്ങണം, അപ്പോൾ അതിനൊക്കെ പൈസ ചിലവാകും. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ആൾ പറയും. QE പ്രപ്പോസസ് 2 ഓപ്ഷൻസ്. അപ്പോൾ മുതലാളി 2 പ്ലാനാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സെൽ ദെയർ ലാൻഡ് ടു ദ ഫാക്ടറി ഓർ ടേക്ക് എ ലോൺ ഫ്രം ദ ബാങ്ക്. ഒന്നുകിൽ ഇവിടെ ഭൂമി വാങ്ങാൻ റെഡി ആയിട്ട് ആൾ നിൽക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ 1.5 ഏക്കർ സ്ഥലം നമ്മുടെ ഫാക്ടറിക്ക് കൊടുത്തോളൂ, അപ്പോൾ നമുക്ക് ചെലവിനുള്ള പൈസ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഈ സ്ഥലത്തിൻ്റെ ആധാരം ബാങ്കിൽ വെച്ചിട്ട് ഒരു ലോൺ എടുത്തോളൂ എന്ന രീതിയിൽ ഒരു പ്ലാൻ സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ മുതലാളി എന്തിനാണ് ഇവരെ കൊണ്ട് രണ്ടാമത് വിവാഹം കഴിപ്പിക്കാനുള്ള ഒരു പ്ലാൻ നടത്തിയെന്നുള്ളത്. ഇവരുടെ ഒരു മതം മാറ്റാനുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല മുതലാളിക്ക് താല്പര്യം. എങ്ങനെയെങ്കിലും ഇവരുടെ 1.5 ഏക്കർ സ്ഥലം കയ്യിലാക്കണം, അതിനുള്ള പ്ലാനായിട്ട് ഇവരെ കൊണ്ട് പൈസ ചെലവാക്കിപ്പിക്കണം എന്നുള്ള ഒരു പ്ലാനാണ് മുതലാളിക്കുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാൻ പറയുന്നു, ഒന്നുകിൽ സ്ഥലം ഫാക്ടറിക്ക് വിറ്റോളൂ, അല്ലെങ്കിൽ സ്ഥലം നിങ്ങൾ ബാങ്കിൽ വെച്ചിട്ട് ലോൺ എടുത്തോളൂ എന്ന് പറയും. കിഗുണ്ട ഡിസൈഡ്സ് ടു ബോറോ മണി വിത്ത് QE's അസിസ്റ്റൻസ് ആൻഡ് പ്ലെഡ്ജസ് എ ടൈറ്റിൽ ഡീഡ് ഓഫ് ഹിസ് 1.5 ഏക്കർ ലാൻഡ് ആസ് സെക്യൂരിറ്റി. അപ്പോൾ സ്ഥലം വിൽക്കാൻ ആൾക്ക് താല്പര്യമില്ല, ലോൺ എടുക്കാം, അതാണെങ്കിൽ ലോൺ അടച്ചു തീർത്തിട്ടുണ്ടെങ്കിൽ സ്ഥലം ആൾക്ക് വീണ്ടെടുക്കാമല്ലോ എന്ന രീതിയിൽ ആൾ ചിന്തിക്കുന്നു. എന്നിട്ട് 1.5 ഏക്കർ സ്ഥലം ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് ഈ കല്യാണം നടത്താനുള്ള ഈ ഒരു ചെലവ് കണ്ടെത്താൻ വേണ്ടി അയാൾ തീരുമാനിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, കിഗുണ്ട ചിന്തിക്കുന്നത് മുതലാളിക്ക് ഇപ്പോൾ നമ്മളതിനെ മതം മാറ്റിയിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല, മുതലാളിയുടെ മകനെയും ഇവരുടെ മകളെയും കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ടായിരിക്കുക എന്നാണ് കിഗുണ്ട ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് അത്രയും വിലപ്പെട്ടിട്ടുള്ള 1.5 ഏക്കർ സ്ഥലത്തിന്റെ ആധാരം ബാങ്കിൽ വെച്ചിട്ട് ലോൺ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ആക്ട് 3. ഇനി നമ്മൾ പ്ലേയുടെ ലാസ്റ്റ് ആക്ടിലേക്ക് വരികയാണ്. ദി ആക്ട് ഓപ്പൺസ് അറ്റ് കിഗുണ്ടാസ് ഹോം വിച്ച് നൗ ലുക്സ് വെരി ഡിഫറെന്റ് ഫ്രം ആക്ട് 1. വീണ്ടും കിഗുണ്ടയുടെ കുടിലിൽ തന്നെയാണ് നമ്മുടെ ഈ രംഗം നടക്കുന്നത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് കണ്ട സീനിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ദർ ഈസ് ന്യൂ ഫർണിച്ചർ ആൻഡ് റിലീജിയസ് പ്ലക്കാർഡ് ഹാസ് റീപ്ലേസ് ദ ഫ്രെയിംഡ് ടൈറ്റിൽ ഡീഡ്. അവിടെ കുറച്ച് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങിയിട്ടുണ്ട്, പഴയ കാലം കസേരയൊക്കെ മാറ്റി പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചുമരിന്റെ മുകളിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്ന ആധാരത്തിന് പകരം ഇപ്പോൾ ഒരു റിലീജിയസ് പ്ലക്കാർഡ്, മതപരമായിട്ടൊരു ഫോട്ടോ ആണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആധാരം ബാങ്കിൽ കൊണ്ടുപോയി പണം വെച്ച് അങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ മാറിയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. കിഗുണ്ട ആൻഡ് വങ്കേച്ചി ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ ചേർച്ച് വെഡ്ഡിങ്. അപ്പോൾ അവർ പ്ലാൻ ചെയ്തതനുസരിച്ചിട്ട് ഇവർ ചർച്ചിൽ പോയിട്ട് വെഡ്ഡിങ്ങിനുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദേ ഹാവ് ഈവൻ ബോട്ട് എ വെഡ്ഡിങ് ഡ്രസ്സ്, റിങ് ആൻഡ് കേക്ക്. അവരിങ്ങനെ ഈ വിവാഹ വസ്ത്രങ്ങളൊക്കെ അണിയുന്ന ആ ഒരു തിരക്കിലാണ് കാര്യങ്ങളിലാണുള്ളത്. അവർ വെഡ്ഡിങ് കേക്ക് വാങ്ങിയിട്ടുണ്ട്, ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ റിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട്. ആസ് എ ട്രൈ ഓൺ ദർ ന്യൂ ക്ലോത്ത്സ് ദേ ഹിയർ എ കാർ ഹോങ്ക്. അങ്ങനെ അവർ ഈ വിവാഹ വസ്ത്രം ധരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു കാറിന്റെ ഒരു ഹോണടി അവർ കേൾക്കുന്നു. ഗത്തോണി റിട്ടേൺസ് ഹോം ആൻഡ് ടെൽസ് ദം ജോൺ ഹാസ് അബാൻഡൻഡ് ഹർ. ഈ മുതലാളിയുടെ മകന്റെ കൂടെ കറങ്ങാൻ പോയിട്ടുള്ള ഇവരുടെ മകളാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഈ മുതലാളിയുടെ മകൻ ഇവളെ ഉപേക്ഷിച്ചു എന്നാണ് ഇവള് പറയുന്നത്. ഹി ലെഫ്റ്റ് ആഫ്റ്റർ ഷീ ബിക്കെയിം പ്രഗ്നന്റ്. അതും ഇവള് പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് ഈ മുതലാളിയുടെ മകൻ ജോൺ ഇവളെ ഉപേക്ഷിച്ചത് എന്ന കാര്യമാണ് മകൾ വന്നിട്ട് പറയുന്നത്. കിഗുണ്ട സ്റ്റിൽ ഹോപ്സ് ദാറ്റ് കിയോബി ബീങ് എ റിലീജിയസ് മാൻ വിൽ എൻഷുർ ദാറ്റ് ജോൺ മാരീസ് ഗത്തോനി. അപ്പൊ കിയോബിക്ക് സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന സമയത്ത് ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ആൾ വിചാരിക്കുന്നത് മുതലാളി ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ അയാളുടെ മകൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും മുതലാളി അത് മകനെ കൊണ്ട് പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള വിവാഹം നടത്തിപ്പിക്കും. കാരണം ഇപ്പോൾ ഈ മകൾ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്, അപ്പോൾ അത് കാരണം കൊണ്ട് മകനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കും. മുതലാളി ഒരു മാന്യനായിട്ടുള്ള വ്യക്തിയാണല്ലോ എന്ന രീതിയിൽ അയാൾ ഇങ്ങനെ ആശ്വസിക്കും. However, when Kigunda meets Kiyoyi to discuss the matter, Kiyoyi refuses to accept Gattoni and calls her a prostitute. അങ്ങനെ ഈ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് കിഗുണ്ട നമ്മുടെ മുതലാളിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, ഇയാൾ നേരെ അങ്ങോട്ട് ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി ചെല്ലുന്നു. അവിടെ പോയിട്ട് ഈ കാര്യം പറഞ്ഞ സമയത്ത് നമ്മുടെ മകളും നിങ്ങളുടെ മകനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അവരിങ്ങനെ കറങ്ങാനൊക്കെ പോയി, ഇപ്പോൾ അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ പ്രഗ്നന്റും ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു മാന്യനായിട്ടുള്ള വ്യക്തിയാണല്ലോ, ആ മകനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ തമ്മിലുള്ള കല്യാണം നടത്തിപ്പിക്കണം എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ കിഗുണ്ട സംസാരിക്കുന്നു. ഈ സമയത്ത് വളരെ മോശമായിട്ടാണ് മുതലാളി ഇയാളോട് പെരുമാറുന്നത്. നിങ്ങളുടെ മകൾ പ്രഗ്നന്റ് ആയി എന്ന് വെച്ചിട്ട് അതിന് എൻ്റെ മകൻ തന്നെയാണ് ഉത്തരവാദി എന്നതിന് എന്തോ ഉറപ്പ് എന്ന രീതിയിലേക്കാണ് അയാൾ ചോദിക്കുന്നത്. അങ്ങനെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരാളെ ഒന്നും എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന രീതിയിലൊക്കെ വളരെ മോശമായിട്ട് അധിക്ഷേപകരമായിട്ട് കിഗുണ്ടയുടെ അടുത്ത് ഈ മുതലാളി പെരുമാറും. എൻറേജ്ഡ്,
Kigunda draws his sword and attacks Kiyui, but Jezebel intervenes with a gun and rescues her husband. ഈ സമയത്ത് സ്വാഭാവികമായിട്ടും കിഗുണ്ടയ്ക്ക് വളരെയധികം ദേഷ്യം വരുന്നു. അയാളുടെ വാളെടുത്തുകൊണ്ട് നമ്മുടെ മുതലാളിയെ വെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചെല്ലുന്നു. പക്ഷെ ആ സമയത്ത് മുതലാളിയുടെ വൈഫ് ഒരു തോക്കെടുത്തുകൊണ്ട് വന്നിട്ടാണ് ആ രംഗം ശാന്തമാക്കിയിട്ട് ആ മുതലാളിയെ നമ്മൾ രക്ഷിച്ച് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ആക്ട് 3 കൂടിയിട്ട് നമ്മൾ കഥകളൊക്കെ മനസ്സിലാക്കുകയാണ്. മുതലാളിയുടെ ഒരു തനി നിറം തനി സ്വഭാവമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. കിഗുണ്ടയാണെങ്കിൽ ഈ കാര്യം മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ന രീതിയിലാണ് നമ്മളിവിടെ കാണുന്നത്. ദ ഫൈനൽ സീൻ ഈസ് വൺസ് അഗെയിൻ ഇൻ കിഗുണ്ടാസ് ഹട്ട്. നമ്മുടെ ലാസ്റ്റ് സീനിലേക്ക് വരുന്നു. വീണ്ടും കിഗുണ്ടയുടെ കുടിലിൽ തന്നെയാണ് ഈ സീൻ ഉള്ളത്. മോസ്റ്റ് ഓഫ് ദർ പൊസഷൻസ് ഫ്രം ഏർലിയർ ആർ ഗോൺ ആൻഡ് ദ ടൈറ്റിൽ ഡീഡ് ഹാസ് നോട്ട് റിട്ടേൺ. അപ്പൊ കഴിഞ്ഞ സീനിൽ നമ്മൾ കണ്ട പുതിയ ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ അവിടെ ഇല്ലാതായിരിക്കുന്നു. പക്ഷേ ആ ചുമരിന്റെ മുകളിലുള്ള ആധാരം തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഇവർക്ക് ആ ലോണ് അടയ്ക്കാൻ വേണ്ടി പറ്റിയില്ല, അവർക്ക് ആ ഭൂമി നഷ്ടപ്പെട്ടു, ആകെ പ്രശ്നമായി എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കിഗുണ്ട ഹാസ് ലോസ്റ്റ് ഹിസ് ലാൻഡ് ആഫ്റ്റർ ഫെയിലിംഗ് ടു റീപേ ദ ബാങ്ക് ലോൺ. നമ്മൾ പറഞ്ഞതുപോലെ കിഗുണ്ടയ്ക്ക് ലോൺ അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ആ സ്ഥലം നഷ്ടപ്പെട്ടു പോയി. ഇൻ എ ഫിറ്റ് ഓഫ് ആങ്കർ he throws Gattoni out of the house and she ends up working as a barmaid. അയാൾക്ക് ദേഷ്യം വന്നിട്ട് ഈ മകളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചിരുന്ന രീതിയിലൊക്കെ മകളുടെ ദേഷ്യപ്പെട്ടിട്ട് മകളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. മകൾ ഒരു ബാർമെയ്ഡായിട്ട് ഒരു ബാറിൽ സർവൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. ആസ് കിഗുണ്ട ആൻഡ് വങ്കേച്ചി അക്യൂസ് ഈച്ച് അതർ ഓഫ് ദിയർ ഡൗൺഫോൾ, ഗിക്കാംബ അഡ്വൈസസ് ദം നോട്ട് ടു ടേൺ അഗെയിൻസ്റ്റ് വൺ അനദർ. അങ്ങനെ ഈ കിഗുണ്ടയും വങ്കേച്ചിയും തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വഴക്കിടുകയാണ്. കിഗുണ്ട പറയുന്നുണ്ട്, നിന്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഈ കല്യാണം നടത്താൻ പോയത്, എനിക്ക് പണ്ടേ താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വങ്കേച്ചി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കല്യാണത്തിന് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, അല്ലാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് കല്യാണം നടത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ രീതിയിൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റപ്പെടുത്തുന്നു. ആ സമയത്ത് ഇവരുടെ നെയ്ബർ ആയിട്ടുള്ള ഗിക്കാംബ അവിടെ വരികയും നിങ്ങളിങ്ങനെ പരസ്പരം വഴക്കിടരുത് എന്നവരെ ഉപദേശിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണും. The play ends with Gikamba's powerful monologue about the importance of unity among workers, followed by a revolutionary song. ഇനി നാടകത്തിന്റെ അവസാനം നമ്മൾ കാണുന്നത് ഗിക്കാംബ ഇവരുടെ നെയ്ബറിന്റെ ഒരു സ്പീച്ച്, ഒരു പൊളിറ്റിക്കൽ സ്പീച്ചോട് കൂടിയിട്ടാണ് ഈ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ യൂണിറ്റിയോട് കൂടി ഇരിക്കേണ്ടതിന്റെ, പരസ്പരം ഒരുമിച്ച് സഹായിച്ചിരിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അയാളൊരു പ്രസംഗമാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഒരു റെവല്യൂഷണറി സോങ്, ഒരു വിപ്ലവ ഗാനമൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മുടെ പ്ലേ അവസാനിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്ലേയിൽ കാണാവുന്നത്. ഇതിന്റെ തീം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കെനിയയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും പണ്ട് ബ്രിട്ടീഷുകാർ ഈ കെനിയയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്തിരുന്നു. ഇപ്പോൾ അതിനു പകരം ഈ ഫാക്ടറി ഉടമകളും മുതലാളികളുമായിട്ടുള്ള ആളുകൾ അവരെ ചൂഷണം ചെയ്യുന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ ഈ സ്വാതന്ത്ര്യം കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു രാഷ്ട്രീയ വിമർശനമാണ് ഈ പ്ലേക്കകത്ത് പറയുന്നത്. മറ്റൊന്ന് കൾച്ചറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇവരുടെ ഈ ഒരു പാട്ട്, ഡാൻസ്, ആചാരങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മോശമാണ് എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞതിനെ കുറിച്ചിട്ടും അതെല്ലാം നല്ലത് തന്നെയാണെന്ന് ഇവർ പറഞ്ഞതിനെ കുറിച്ചിട്ടും. പിന്നെ വേറൊന്ന് വരുന്നത് ഈ ഭൂമി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. കിഗുണ്ട ഇവിടെ 1.5 ഏക്കർ സ്ഥലം കൃഷിക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു കൾച്ചറിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഈ മുതലാളിമാരായിട്ടുള്ള ആളുകൾ അത് ഫാക്ടറി ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇവരുടെ കൾച്ചർ തമ്മിലുള്ള വ്യത്യാസം, അത്തരത്തിൽ ഈ ഒരു വെസ്റ്റേൺ കൾച്ചറും ആഫ്രിക്കൻ കൾച്ചറും നമ്മളൊരു കൺഫ്ലിക്റ്റിന്റെ ഒരു കഥയും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ കെനിയയിലെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ കഥയൊക്കെയാണ് ഈ പ്ലേക്കകത്ത് പറയുന്നത്. സോ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.